അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ലോക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളായിരുന്നു ദുൽഹജ്ജ് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള സമയങ്ങൾ. ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ആ ദിനരാത്രങ്ങളെ സജീവത്താക്കുകയും ആത്മീയമായ ഒരുപാട് ചൈതന്യങ്ങളും ഉണർവുകളും ഉന്മേഷങ്ങളും നേടിയെടുക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഹജ്ജ് കർമ്മം നിർവഹിച്ച ഹജ്ജാജിമാർ ഇതിനോടകം നാടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് ലഭ്യമായ ആത്മീയമായ ഉണർവുകൾ, ഉന്മേഷങ്ങൾ നമ്മുടെയും അവരുടെയും എല്ലാം ഭാവി ജീവിതത്തിന് ഏറെ ഉപകാരപ്രദമാകും വിധം ഉപയോഗപ്പെടുത്താൻ റബ്ബ് സുബ്ഹാൻ തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതാനും ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ ലോകാടിസ്ഥാനത്തിലും നമ്മൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും അത്രത്തോളം സുഖകരമായ വാർത്തകളല്ല. കടലിലും കരയിലും ആകാശത്തുമെല്ലാം അപകടങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലുമൊക്കെയാണുള്ളത്. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഖദ്ദർ അല്ലാഹു മാഷാ, അള്ളാഹു എന്താണോ വിധിക്കുന്നത്, അവനുദ്ദേശിക്കുന്നത് അത് നടപ്പിൽ വരുത്തും. അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവരുടെ വിശ്വാസങ്ങൾ വർദ്ധിക്കുകയും അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പിലാകുന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും വരുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ ഭാഗമായി സംഭവിക്കുന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആരെയും ശപിക്കാതെയും ഒന്നിനെയും ശപിക്കാതെയും ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുവാൻ സത്യവിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട്. എന്നാൽ മറ്റൊരു തലത്തിൽ നമ്മൾ ഉണർന്ന് ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. കരയിലാകട്ടെ കടലിലാകട്ടെ അത്തരത്തിലുള്ള എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യകരങ്ങളാൽ അവർ തന്നെ ഉണ്ടാക്കി തീർക്കുന്ന വിപത്തുകൾ മൂലം തന്നെയാണ് എന്നും ഖുർആൻ ഉത്ബോധിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ വക ആശയങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള സൂക്ഷ്മത പാലിക്കുകയും അക്രമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകാതിരിക്കുകയും അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന് നാം ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ യാതൊരു തരത്തിലുമുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാത്ത വിധത്തിൽ നാം ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സൂക്ഷ്മമായി ജീവിക്കാൻ റബ്ബ് നമുക്കേവർക്കും തുണയാകുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.